ഇതെൻ്റെ കറിവേപ്പില ചെടിയാണേ. ഞാനിത് ഈ വേരിൽ നിന്നുണ്ടായ 2 തൈ കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ അത് ആദ്യമൊക്കെ അങ്ങനെ നിന്ന് പിന്നെ നന്നായി ഉണ്ടായി വന്നേ. ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ മീൻ നന്നാക്കി കഴുകിയ വെള്ളം, മുട്ടത്തോട് പൊടിച്ചത്, അല്ലാണ്ട് ഇങ്ങനെ ചപ്പ് ചവറുകൾ ഇതെല്ലാം കൂട്ടി എപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ വെള്ളം ഒഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതിപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. അത് മുരടിച്ച് പോയപ്പോൾ ഞാൻ ഓർത്ത് ഇത് നാശമായി പോവുകയാണോ എന്ന്. അപ്പോൾ നമ്മളിത് ഇലകൾ ഇങ്ങനെ നുള്ളിയെടുക്കാതെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒടിച്ചെടുക്കണം. അപ്പോൾ അവിടെ വീണ്ടും ചെറിയതായിട്ട് തലപ്പുകൾ ഉണ്ടായി വരുവേ. ഇത് കണ്ടോ, ഞാനിത് ഇവിടെ നിന്ന് ഒടിച്ചെടുത്തപ്പോൾ അതിൻ്റെ തലപ്പുകൾ ഉണ്ടായി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പില ഒരുപാട് മരുന്നടിച്ചുണ്ടാക്കുന്ന കറിവേപ്പിലയൊക്കെയാണ്. അപ്പോൾ ഒരു തൈ കൊണ്ടുവന്ന് നമ്മൾ നട്ടിട്ട് അത് നല്ലോണം ഒന്ന് സൂക്ഷിക്കണം. എപ്പോഴും ചെറിയ വളങ്ങളൊക്കെ ഇട്ടൊന്ന് സൂക്ഷിച്ചാൽ നമുക്കിതുപോലെ നല്ല കറിവേപ്പില കിട്ടുവേ. മരുന്നൊന്നും അടിക്കാത്ത കറിവേപ്പില നമ്മുടെ കറികളിലൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയല്ലേ കറിവേപ്പിലയ്ക്ക്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്.